നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. 2002 ഗുജറാത്ത് കലാപത്തിലെ ഇരകളുടെ ബന്ധുക്കൾക്ക് കേന്ദ്ര സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്നതിനായുള്ള പ്രായപരിധി ഇളവ് കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. 2007 മുതൽ നിലവിലുണ്ടായിരുന്ന പ്രായപരിധി ഇളവാണ് കേന്ദ്ര സർക്കാർ പിൻവലിച്ചത്. മാർച്ച് 28-നാണ് ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചത്. 2002 ഗുജറാത്ത് കലാപത്തിൽ മരണപ്പെട്ടവരുടെ കുട്ടികൾക്കോ കുടുംബാംഗങ്ങൾക്കോ ജോലിക്ക് മുൻഗണന നൽകുന്നതുമായി ബന്ധപ്പെട്ട 2007 മെയ് 14 ഉത്തരവ് അസാധുവായിരിക്കും. ഇനി മുതൽ അർദ്ധസൈനിക സേനകളിലോ പോലീസിലോ സർക്കാർ വകുപ്പുകളിലോ ജോലികൾക്ക് പ്രായപരിധിയിൽ ഇളവ് പോലുള്ള പ്രത്യേക പരിഗണന ഇവർക്ക് ലഭിക്കില്ല എന്നാണ് കത്തിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് ഉത്തരവ് പിൻവലിച്ചത് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിശദീകരണം കേന്ദ്രം നൽകിയിട്ടില്ല. 2007 UPA സർക്കാരാണ് ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ മക്കൾക്കും ബന്ധുക്കൾക്കും നഷ്ടപരിഹാരത്തിനും പുറമെ കേന്ദ്ര സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്നതിന് പ്രായപരിധി ഇളവുകൾ നൽകിയത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോടിയായി ഇന്റലിജൻസ് ബ്യൂറോയിലും CISF-ലും ഉൾപ്പെടെ പ്രായപരിധി ഇളവ് നടപ്പാക്കിയിരുന്നു. കലാപത്തിൽ കൊല്ലപ്പെട്ടയാളുടെ മകൾ, മകൻ, സഹോദരി, സഹോദരൻ, ഭാര്യ, ഭർത്താവ് തുടങ്ങിയവർക്കാണ് പ്രായപരിധി ഇളവിന് അർഹതയുണ്ടായിരുന്നത്. ഈ ഇളവ് പിൻവലിക്കുന്നുവെന്ന് മാത്രമാണ് ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ പറയുന്നത്.